യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെയും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവകരുണയാൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ലോകത്ത് നിനക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം എൻ്റെ അടുക്കലുണ്ടെന്ന്. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത് സമ്പത്താണെങ്കിൽ, മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനമാണെങ്കിൽ, തലമുറകളോളം നിലനിൽക്കുന്ന ധനമാണെങ്കിൽ, സർവ്വ ഐശ്വര്യങ്ങളാണെങ്കിൽ അതെല്ലാം എൻ്റെ പക്കലുണ്ടെന്ന് ദൈവം വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. ആ സ്നേഹനിധിയായ പിതാവിനെ ബഹുമാനത്തോടെ കാണുകയും അവനെ അന്വേഷിക്കുകയും ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് തരാം, അല്ലെങ്കിൽ ദൈവം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങും. നിഷ്കളങ്കതയോടെ, ദൈവഭക്തിയോടെ, ദൈവഭയത്തോടെ ആ പിതാവിനെ അന്വേഷിക്കാൻ തുടങ്ങുക. തൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ടതെല്ലാം അവിടുന്ന് സ്നേഹത്തോടെ തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് എന്തെല്ലാം തരുവാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും ദർശനങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവരെല്ലാവരും ദൈവത്തിൻ്റെതായി മാറുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ മക്കളെയും തലമുറകളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ സമാധാനപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ സന്തോഷത്തോടുകൂടി പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.